പ്രിയപ്പെട്ടവരെ, ഞാൻ കെ എം ബഷീറാണ് കോഴിക്കോട് നിന്ന്. കരിപ്പൂരിലെ റിസോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ അറിയിക്കാനാണ് ഈ വീഡിയോ ടെലികാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസോർട്ട് നിർമ്മാണം ഗവാർ കമ്പനി വളരെ മെല്ലെ പോക്ക് നയം തുടരുകയാണ്. യാതൊരു മാറ്റവുമില്ല. പാരിസ്ഥിതിക അനുമതി നൽകിയ 75 പ്ലോട്ടുകളിൽ 17 അപേക്ഷകൾ മാത്രമാണ് മണ്ണെടുക്കാനായി മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് മലപ്പുറം ജില്ലാ ഓഫീസിൽ സമർപ്പിച്ചത്. അതിൽ 7 എണ്ണം അവർ നൽകുകയും 2 എണ്ണം അപകടകരമായ സാഹചര്യമായോട് നിരസിക്കുകയും ചെയ്തു. ഇങ്ങനെ പോയാൽ എത്ര വർഷം കൊണ്ടാണ് റിസോർട്ട് നിർമ്മാണം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. 75 പ്ലോട്ടുകൾക്ക് പരിസ്ഥിതി അനുമതി ലഭ്യമായി. 2,18,805 ഹെക്ടർ ഭൂമിക്ക് വേണ്ടി പരിസ്ഥിതി അനുമതി ലഭ്യമായിട്ടും കേവലം 17 അപേക്ഷകൾ മാത്രമാണ് ഇതുവരെ നൽകിയത്. 17 അപേക്ഷകൾ മാത്രം. 17 അപേക്ഷകൾ മാത്രം നൽകിയാൽ 7 എണ്ണത്തിന് അനുമതി നൽകി, 2 എണ്ണം നിരസിച്ചു. ബാക്കി സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അപേക്ഷ പൂർണ്ണമല്ലാത്തതുകൊണ്ട് തിരിച്ചയച്ച അപേക്ഷകൾ പോലും ഇതുവരെ ക്ലിയർ ചെയ്ത് കറക്റ്റ് ചെയ്ത് അവിടെ തിരിച്ചെത്തിച്ചില്ല എന്നുള്ളതാണ് അറിയിക്കാൻ കഴിഞ്ഞത്. ആരാണ് ഗവാർ കമ്പനിയുടെ നായകന്മാർ? ആരാണ് അതിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. കരിപ്പൂരിനെ തകർക്കാനായി ഗവാർ കമ്പനിയുമായി മറ്റാരെങ്കിലും രഹസ്യധാരണയിൽ എത്തിയോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ബഹുമാനപ്പെട്ട പ്രിയങ്കരായ ജനപ്രതിനിധികളെ, കോഴിക്കോട്ടെ എം പിയും അതുപോലെ മലപ്പുറത്തെ എം പിമാരും മറ്റ് ജനപ്രതിനിധികളും കരിപ്പൂരിന് വേണ്ടി കോട്ടും ഇട്ട് കുപ്പായവും അണിഞ്ഞ് രംഗപ്രവേശനം ചെയ്യുന്നത് കാണാം. ഇപ്പൊ കുറച്ചു കാലമായി അവരുടെ മൗനം. ഹജ്ജ് എംബർക്കേഷൻ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിൽ നടന്നിട്ടും ഒരക്ഷരം പോലും ആരും മിണ്ടുന്നില്ല. റിസോർട്ട് പ്രവർത്തനം മെല്ലെപ്പോക്ക് നയം, അത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലും വേണ്ട ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ പോലും പൂർത്തിയാക്കാതെ ഗവാർ കമ്പനി കരിപ്പൂരിനെ തകർക്കാൻ ശ്രമിക്കുന്നു. ഒരു വർഷവും 9 മാസം കൊണ്ട് തീർക്കേണ്ട നിർമ്മാണ പ്രവർത്തനം ഇങ്ങനെ പോയാൽ 5 വർഷം കൊണ്ടും തീരുകയില്ല. എം പിമാരും മറ്റു ജനപ്രതിനിധികളും ഇന്നത്തെ ഉറക്കം, അതായത് മൗനം അവസാനിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തി ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുക. വിവരാവകാശത്തിന്റെ രേഖകൾ ഈ പോസ്റ്റിനോടനുബന്ധിച്ച് പുറത്തുവിടുന്നതാണ്. എല്ലാവരും ഇത് വായിച്ച് വേണ്ട രീതിയിൽ പ്രതികരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു.